Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ദിവസം വീഡിയോ ചെയ്തില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു പനി ജലദോഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം വീഡിയോ ചെയ്യാൻ ഒരു മൂഡുണ്ടായിരുന്നില്ല. നമുക്ക് നമ്മുടെ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നിഫ്റ്റി, അതുപോലെ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, അതുപോലെ ബാങ്ക് നിഫ്റ്റി എല്ലാം ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് തന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് നമ്മൾ താഴത്തോട്ട് പോകുകയാണെങ്കിൽ നല്ല സ്ട്രെങ്ത് ഉണ്ട് എന്ന്. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് അത്രയ്ക്ക് വലിയ സ്ട്രെങ്ത് കാണുന്നില്ല. ഇനിയിപ്പോൾ അതല്ല, ഈ റേഞ്ചിൽ തന്നെ ഈ ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 24,600 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും സ്ട്രെങ്ത് വരും. ഇപ്പോൾ നാളത്തെ ഒരു ക്ലോസിങ് കൂടി നോക്കാം. ഞാൻ വിചാരിച്ചത് ഒരു 2 ദിവസം കൊണ്ടൊക്കെ, ഒരു തിങ്കൾ ചൊവ്വ ആ ദിവസം കൊണ്ടൊക്കെ ഈ റേഞ്ചിൻ്റെ മുകളിലോട്ട് പോകുന്നതാണ്. പക്ഷേ ആ റേഞ്ചിലോട്ട് പോയില്ല. അപ്പോൾ അത് ചെറിയൊരു നെഗറ്റീവ്. പക്ഷേ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസം നോക്കി കഴിഞ്ഞാൽ FIS ഒക്കെ ബൈങ്ങിലോട്ട് വന്നിട്ടുണ്ട്. FIS DIs ഒക്കെ ബൈങ്ങിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഓവറോൾ മാർക്കറ്റിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ എപ്പോഴും ചെറുതായിട്ട് പോസിറ്റീവ് തന്നെയാണ്. വലിയ നെഗറ്റീവായിട്ടുള്ള വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും മാർക്കറ്റിൽ ചെറുതായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്. പക്ഷേ അത് നിഫ്റ്റിയിലാണ് നമ്മൾ കുറച്ചുകൂടി ഒരു വീക്കായിട്ട് തോന്നുന്നത്. ബാക്കി നമ്മൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കുമ്പോൾ അത്രയ്ക്കും നെഗറ്റിവിറ്റി കാണുന്നില്ല. 19,871 നമ്മുടെ ഓൾ ടൈം ഹൈൻ്റെ മുകളിൽ തന്നെയാണ് സസ്റ്റെയിൻ ചെയ്തത്. അപ്പോൾ നിഫ്റ്റി നല്ലൊരു ഫോൾ വന്നെങ്കിലും നമ്മുടെ സ്മോൾ ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് കുറച്ച് നാളായിട്ട്, അല്ലേ. നിഫ്റ്റി ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒരു ഫോൾ പോലെ വന്നിട്ടുണ്ട്. പക്ഷേ സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ അതേ റേഞ്ചിൽ തന്നെയാണ്, ഇപ്പോൾ നിൽക്കുന്നവിടെ തന്നെയാണ് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് കുറച്ചുകൂടി നിഫ്റ്റിനേക്കാളും കുറച്ച് സ്ട്രെങ്ത് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് റേഞ്ചിൻ്റെ മുകളിൽ നമ്മൾ പറഞ്ഞത് ബ്രേക്ക് ഔട്ട് റേഞ്ചിൻ്റെ മുകളിൽ കുറച്ച് നാൾ കൺസോളിഡേറ്റ് കഴിഞ്ഞ് പിന്നെ മേലോട്ടൊരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ഒരു മൂവ്മെൻറ്റ് നമുക്ക് സ്മോൾ ക്യാപ്പിന് കിട്ടും. കാരണം ഓൾ ടൈം ഹൈ ഒക്കെ നിഫ്റ്റി ഇതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ അപ്പോഴും സ്മോൾ ക്യാപ്പൊക്കെ വളരെ അണ്ടർ പെർഫോം ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ്പ് ഓൾ ടൈം ഹൈയിൽ ട്രേഡ് ചെയ്യുന്നത്, നിഫ്റ്റി അതിന് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് നല്ലൊരു സ്ട്രെങ്ത് കാണുന്നുണ്ട്. നമുക്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ വിചാരിച്ച അത്ര പോരാന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. കഴിഞ്ഞ ആ ഒരു ബൈയിങ് ഒക്കെ ഉണ്ട്, ഈ റേഞ്ചിൽ നിന്ന് ഒരു ബൈയിങ് വന്നൊക്കെ നല്ലൊരു മൊമെൻറ്റം വന്നൊരു സമയമായിരുന്നു ഈ റേഞ്ചിൽ നിന്ന്. നല്ലൊരു ഗ്യാപ്പ് അപ്പൊക്കെ വന്നതിന് ശേഷം നല്ലൊരു ഹൈ റേഞ്ച്, ഈ ഒരു റേഞ്ചൊക്കെ ബ്രേക്ക് ഔട്ട് ആണ്. നല്ലൊരു ക്യാൻഡിൽ കണ്ടോ, ഒരു നല്ലൊരു വോളി അധികം ഇല്ലെങ്കിലും നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്തു, അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തു. അതിന് ശേഷം കണ്ടോ ആ ഒരു സെല്ലിങ് വന്നു. പക്ഷേ ഈ 2-3 ദിവസമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ ഒരു ക്യാൻഡിൽ വരെ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ക്യാൻഡിൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ഹാമർ ക്യാൻഡിലാണ് ഇതൊക്കെ ഉണ്ട്. നല്ല ബൈയിങ് റെഡ് ക്യാൻഡിലാണ്, പക്ഷേ ഇവിടെ നിന്നൊക്കെ നല്ലൊരു ബൈയിങ് വന്നിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലാണെങ്കിലും അതിന് പിറ്റേ ദിവസത്തും പിന്നെ ഡോജി ആ സമയത്തൊക്കെ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഈ 2-3 ദിവസത്തെ ഒരു ഫോർമേഷൻ കാണുമ്പോൾ വീണ്ടും നമുക്കൊരു നെഗറ്റിവിറ്റി പോലെ തോന്നുന്നുണ്ട്. ഈ ഒരു ലോ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഈ 24,000 എന്നുള്ള റേഞ്ച്, 24,000-ൻ്റെ മുകളിലിനെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നിഫ്റ്റിയിൽ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, കഴിഞ്ഞ നമ്മൾ 2 ദിവസം വീഡിയോ ചെയ്തില്ല. അപ്പോൾ നമുക്ക് 2 സ്റ്റോക്കുകൾ നമുക്കൊന്ന് ചാർട്ടിൽ പോയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യത്തെ ഒരു സ്റ്റോക്ക് CMEC ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. 1,699 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിയർ ഒരു 4% അടുത്ത് ഈ ഒരു സ്റ്റോക്ക് ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വന്നൊരു സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി പേപ്പർ ട്രേഡ് ഒക്കെ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നമ്മളൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ പറയുന്ന വീഡിയോസൊക്കെ എഡ്യൂക്കേഷൻ പർപ്പസിനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപകരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് മൂവ്മെൻ്റ് ഒക്കെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എൻട്രിയും ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ സ്റ്റോക്കിനെ കുറിച്ച് അവിടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിങ്ങനെ പോകും. ഇതിൻ്റെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം നമുക്ക് ഇതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിലാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, പേപ്പർ റീഡ് ചെയ്ത് പഠിക്കാനുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ലൈനുകളൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് 1,699 ട്രേഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് ഡെക്കൻ ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് എന്നൊരു സ്റ്റോക്കാണ്. 4% അടുത്ത് ഈ ഒരു സ്റ്റോക്ക് മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. 242 രൂപ റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്ക് ഒരു IPO സ്റ്റോക്കാണ്. ഏകദേശം ലിസ്റ്റ് ചെയ്തിട്ട് അധികം ആയിട്ടില്ല. 2026 ഏപ്രിൽ ലിസ്റ്റ് ചെയ്തതാണ്. ഏപ്രിൽ
ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 5 മാസമായിട്ടുള്ള ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് ഓൾറെഡി വന്നതാണ്. അതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു പാറ്റേൺ ആണ്. കഴിഞ്ഞ ലിസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് കുറച്ച് നാൾ കൺസോളിഡേറ്റ് ചെയ്തു, പിന്നെ ഒരു മേലോട്ടൊരു മൂവ്മെൻറ്റ് തന്നു, ചെറുതായിട്ടൊരു പുൾ ബാക്ക് തന്ന് സ്റ്റോക്ക് മേലോട്ട് പോയി. അതിനുശേഷം നല്ലൊരു ചെറുതായിട്ടൊരു സെല്ലിങ് വന്നുകൊണ്ട് റേഞ്ചിലോട്ട് വന്നു, പിന്നെ കുറച്ച് നാൾ കൺസോളിഡേറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു അപ്പ് മൂവ്മെൻറ്റ് തരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പാറ്റേണൊക്കെ നല്ലൊരു പാറ്റേൺ ആണ്, ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ്. റിസൾട്ട് ഓൾറെഡി വന്നത് കാരണം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഒരു റീട്രസ്റ്റ് പോലെ നമുക്ക് തോന്നണം. ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് നടന്നു, ഒരു പുൾ ബാക്ക് ആണ്. ഇവിടുന്ന് ഒരു റീട്രസ്റ്റ് പോലെ റെഡ് ക്യാൻഡിൽ വന്നതിന് ശേഷം ഇവിടുന്ന് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിടാം. ഈ 2 സ്റ്റോക്കുകൾ നമുക്ക് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസും എൻട്രി ഒക്കെ നമുക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. താല്പര്യമുള്ള ആളുകളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് വയ്ക്കാം. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്കിനി സൺഡേ നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വീഡിയോസായിട്ട് നമുക്ക് സൺഡേ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്